വാസുദേവൻ തച്ചൻ മീനാക്ഷി കൊടുത്ത രേഖാചിത്രത്തിലേക്ക് നോക്കിത്തരിച്ചു നിൽക്കുകയാണ്. എന്തെങ്കിലും പറയാനുള്ള ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. കയ്യിലിരുന്ന് ആ കടലാസ് വിറച്ചു. ഇത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഒടുവിൽ ഇടറിയ ശബ്ദം വല്ല വിധേനയും പുറത്തു വന്നു. വിശ്വസിച്ചേ പറ്റൂ വാസുദേവ. അതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി. അയാളെ പിടിച്ചോളൂ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കും. കൊച്ചുമകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുകയും ചെയ്യുക. അവസാന വാക്കെന്നോണമാണ് ആ പറച്ചിൽ. വാസുദേവൻ തച്ചൻ്റെ കയ്യിൽ നിന്ന് ഗോവിന്ദമേനോൻ ആ ചിത്രം വാങ്ങി നോക്കി. രേഖാചിത്രമാണെങ്കിലും ആളെ വ്യക്തമായും തിരിച്ചറിയാൻ അതു ധാരാളം മതിയാകും. ഇന്നോളം കരിക്കട്ട കൊണ്ടുപോലും ഒരു ചിത്രം വരച്ചിട്ടില്ലാത്ത മീനാക്ഷിയാണത് വരച്ചതെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഏതാനും ചില രേഖകൾ കൊണ്ടുതന്നെ ഒരാളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നത്ര മനോഹരമാണ് ചിത്രം. ഏതാനും നിമിഷം തലകുനിച്ച് ചെന്നിയിൽ കൈകൾ അമർത്തി മീനാക്ഷി ഇരിക്കുന്നത് കണ്ടു. പിന്നെ പൊടുന്നനെ അവൾ എണീറ്റു. മുത്തച്ഛനെയും വാസുദേവൻ തച്ചനെയും മാറി മാറി നോക്കി. അപ്പോൾ വൃദ്ധനെ നോക്കി അവളുടെ കണ്ണുകളിൽ തികച്ചും അപരിചിത ഭാവം. ഗോവിന്ദമേനോൻ കയ്യിലിരുന്ന ചിത്രം അവൾക്കു നേരെ നീട്ടി. ആ ചിത്രം വാങ്ങി കൗതുകത്തോടെ അവൾ നോക്കി. ആരാ മുത്തച്ഛ ഇയാൾ? ഇതാര് വരച്ച ചിത്രമാണ്? ഇത്തവണ അന്തിച്ചു പോയത് വൃദ്ധനായിരുന്നു. ഗോവിന്ദമേനോൻ അദ്ദേഹത്തെ നോക്കി കണ്ണീറുക്കി. മോളറിയൂ ഇദ്ദേഹത്തെ? അപ്പോഴും അവളുടെ കണ്ണുകളിൽ അപരിചിത ഭാവം. ആരാ മുത്തച്ഛ ഇദ്ദേഹം? ഞാൻ പിന്നെ പറയാം. മോൾ ഈ കപ്പെടുത്തുകൊണ്ട് പോയിക്കോളൂ. മീനാക്ഷി അപ്പോൾ തന്നെ അവിടം വിട്ടു. കണ്ടോ, ഇത്രയേയുള്ളൂ അവളുടെ കാര്യം. തൊട്ടുമുൻപ് നടന്ന കാര്യം പോലും ഇപ്പോൾ ഇവൾക്ക് ഓർമ്മയില്ല. താങ്കൾക്ക് എന്തോ ഭാഗ്യം ബാക്കിയുണ്ട്. അല്ലെങ്കിൽ താങ്കൾ ശങ്കരമ്മാവനെ സഹായിച്ചിട്ടുണ്ട്. ആ നന്ദിയാണ് അവൾ പ്രകടിപ്പിച്ചത്. ഇവിടെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അറിയാൻ ഓടി വരുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ ഉദ്ദേശിക്കും പോലെയുള്ള അത്ഭുത സിദ്ധികളൊന്നും അവൾക്കില്ല. താങ്കളുടെ കാര്യത്തിൽ പെട്ടെന്ന് അവൾക്കെന്തോ ഒരു തോന്നലുണ്ടായെന്നേയുള്ളൂ. ആ കുട്ടി പറഞ്ഞത് അത്രയും ശരിയായിരുന്നു. ഞാൻ എത്ര നന്നായി ഇപ്പോൾ അതെല്ലാം ഓർക്കുന്നു. എത്രയോ കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങളാണ്. എൻ്റെ ചെറുപ്രായത്തിൽ അന്നെൻ്റെ മോളെ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയിരുന്ന കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ആ ശങ്കരൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമായിരുന്നു. അത്ര വലിയൊരു സിദ്ധിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. കുറേയൊക്കെ തിരക്കിയതുമായിരുന്നു. അന്നറിയാൻ കഴിഞ്ഞു അദ്ദേഹം ഹിമാലയത്തിലെ ഏതോ ആശ്രമത്തിലാണെന്ന്. വീണ്ടും വരാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഞാൻ ആ സാന്നിധ്യം അറിഞ്ഞു. ഇവിടെ വരാൻ തോന്നിയത് എൻ്റെ ഭാഗ്യമായി. വൃദ്ധൻ ഗോവിന്ദമേനോൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. ഈ ചിത്രത്തിലെ ആൾ ആരാണ്? അങ്ങേക്ക് പരിചയമുള്ള ആളാണോ? എത്രയോ അടുപ്പമുള്ളവൻ. തൊട്ട അയൽക്കാരനാണ്. എൻ്റെ ഒരേയൊരു ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുള്ളയാളാണ്. ആഭരണവും പണവും മോഷണം പോയപ്പോൾ അത് തിരയാനും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടാനുമൊക്കെ മുൻകൈ എടുത്തത് ഇവനായിരുന്നു. എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ഞാൻ അവനെ കണ്ടിരുന്നത്. അത് പറയുമ്പോൾ വൃദ്ധൻ്റെ തൊണ്ട ഇടറി. ആ കണ്ണുകൾ നിറയുകയും ചെയ്തു. ഇനി ഞാൻ പൊയ്ക്കൊള്ളട്ടെയോ? എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായതിൻ്റെ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഞാൻ മടങ്ങുന്നത്. അങ്ങയുടെ കൊച്ചുമകളെ ഈശ്വരൻ അനുഗ്രഹിക്കും. ചെല്ലു. ചെന്നിട്ട് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു കഴിഞ്ഞ് വിവരമൊന്ന് അറിയിച്ചോളൂ. കൊച്ചുമകളുടെ കല്യാണവും നടത്തു. ഗോവിന്ദമേനോൻ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് വൃദ്ധനെ യാത്രയാക്കി. ഇങ്ങോട്ട് വന്ന ആളായിരുന്നില്ല അവിടെ നിന്നിറങ്ങിപ്പോയത്. ഒരു നവോന്മേഷം അദ്ദേഹത്തെ അടിമുടി ആശ്ലേഷിച്ചിരിക്കുന്നു. പാവം. അദ്ദേഹം പടിയിറങ്ങുമ്പോൾ മേനോന്റെ മനസ്സ് മന്ത്രിച്ചു. ആ വൃദ്ധൻ പോയിക്കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച തികഞ്ഞ ദിവസം തെക്കേക്കളം തറവാട്ടിൽ മേനോന്റെ പേരിൽ ഒരു കത്ത് വന്നു.
വാസുദേവൻ തച്ചൻ്റെ കത്ത്. അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്നു തന്നെ പ്രതിയെ കൈയോടെ പിടികൂടി. അയാൾ കുറ്റം സമ്മതിക്കുകയും കളവ് നടത്തിയ വകകൾ തിരിച്ചു നൽകുകയും ചെയ്തത്രേ. പോലീസ് കേസും മറ്റും ഒഴിവാക്കാനായി. അവനത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞു അത്രേ. കാരണം പറഞ്ഞതാണ് ഞെട്ടിച്ചു കളഞ്ഞതത്രേ. കൊച്ചുമകളെ അവന് ഇഷ്ടമായിരുന്നു. അവളെ മറ്റൊരാൾ കല്യാണം കഴിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവളുടെ വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത്രേ. ഇക്കാര്യം തന്നോട് പറയാൻ ഭയവും മടിയുമായിരുന്നത്രേ അവന്. ഏതായാലും കാര്യങ്ങൾക്കെല്ലാം ഒരു ശുഭാന്ത്യമായി. അതിനു സഹായിച്ചത് മീനാക്ഷിയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് എഴുതിയിരിക്കുന്നു. അവളുടെ ദീർഘായുസ്സിന് പ്രാർത്ഥിക്കുന്നത്രേ. തനിക്കും മീനാക്ഷിക്കും നന്ദി പറയാൻ മാത്രമാണ് ആ കത്ത്. ഗോവിന്ദമേനോൻ മീനാക്ഷിയെയും ആ കത്ത് കാണിച്ചു. അവൾക്ക് വിസ്മയം. എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല മുത്തശ്ശ. ഞാൻ എങ്ങനെ എപ്പോൾ ആ ചിത്രം വരച്ചു? അതെങ്ങനെ ശരിയായി വന്നു? അവളോട് എന്തു പറയണമെന്നറിയാതെ ഗോവിന്ദമേനോൻ വെറുതെ പുഞ്ചിരിച്ചതേയുള്ളൂ. ആ ഇടയ്ക്കാണ് ജയലക്ഷ്മിക്ക് മറ്റൊരു വിവാഹാലോചന വന്നത്. കൃഷ്ണനുണ്ണിയുടെ ഒരു സ്നേഹിതൻ മുഖാന്തരമെത്തിയ ആലോചനയാണ്. ചെറുക്കൻ പെണ്ണുകാണൽ ചടങ്ങിനെത്തി. ചടങ്ങുകൾക്കിടയിൽ മീനാക്ഷിയും ചെറുക്കനെ ഒളിഞ്ഞു നിന്നൊന്ന് കണ്ടു. അവൾ ഒളിഞ്ഞും മറഞ്ഞു നിന്ന് ആ യുവാവിനെ ശ്രദ്ധിക്കുന്നത് ഗോവിന്ദമേനോൻ കാണുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിൽ അവളുടെ ഒരു തീരുമാനവും മുഖവിലക്കെടുക്കേണ്ടത് തന്നെയാണെന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നു. കല്യാണപ്പന്തലിൽ വരെ എത്തി വിവാഹം മാറിപ്പോകാനിടയായ സാഹചര്യം ഓരോരുത്തർക്കും ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇനി അങ്ങനെ ഒരു ചതിവ് പറ്റിക്കൂടാ. ജയലക്ഷ്മിയുടെ മനസ്സിന് അന്നേറ്റ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിട്ടേയുള്ളൂ. ഈ അടുത്ത കാലത്താണ് ജയലക്ഷ്മി പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുപോലും. നാട്ടുകാർ എന്നേ അക്കാര്യം മറന്നു കഴിഞ്ഞിരുന്നു. ജയലക്ഷ്മിക്ക് ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടുവെന്ന തീർച്ച. അക്കാര്യം മുഖഭാവത്തിൽ നിന്ന് ബോധ്യമാകുമായിരുന്നു. ബോംബെയിൽ അഡ്വർടൈസിംഗ് കമ്പനിയിലെ എക്സിക്യൂട്ടീവാണ് അയാൾ. ചെറുക്കൻകൂട്ടർക്കും പെൺകൂട്ടർക്കും തൃപ്തിയായി. ജയലക്ഷ്മിക്കും അയാൾക്കും തമ്മിൽ സംസാരിക്കാൻ അവസരം ഒരുക്കിയിട്ട് ഗോവിന്ദമേനോൻ നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. മോള് കണ്ടില്ലേ ആളെ? എന്തു പറയുന്നു? ആളെ നിനക്ക് ഇഷ്ടമായോ? എന്താ നിന്റെ അഭിപ്രായം? ഇഷ്ടമൊക്കെയായി. പക്ഷേ വാക്കു പറയാൻ വരട്ടെ. ഒറ്റ പറച്ചിലായിരുന്നു മീനാക്ഷി. ഗോവിന്ദമേനോൻ നടുങ്ങിപ്പോയി. ഈശ്വര, ഇതിലും വല്ല കുഴപ്പമുള്ളതായി അവളുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ടോ? തറവാടിന് ചേർന്നൊരു ബന്ധമാണ്. എല്ലാം കൊണ്ടും നല്ല ചേർച്ച, നല്ല കുടുംബം, പഴയ തറവാട്ടുകാർ, നല്ല ബന്ധുക്കൾ, പോരെങ്കിൽ അയാൾക്ക് മാന്യമായ ഉദ്യോഗവും പദവിയും. ജയലക്ഷ്മിയെ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. കല്യാണം സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് യാതൊരു ഡിമാൻഡുകളുമില്ല. സ്ത്രീധനത്തെക്കുറിച്ച് പിടിവാശിയില്ല. സ്ത്രീയാണ് ധനമെന്ന് കരുതുന്ന തറവാടാണത്രേ. ഇതും മനസ്സിൽ പിരിഞ്ഞാൽ വീണ്ടും ഇതുപോലൊന്ന് ഒത്തുവരാൻ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തെന്നു വരും. ഇവിടെ എന്തു കുഴപ്പമാണാവോ മീനാക്ഷി കണ്ടെത്തിയിരിക്കുന്നത്? ഉത്കണ്ഠയോടെ അദ്ദേഹം അവളുടെ നേരെ നോക്കി. എന്താ മോളെ, നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. പക്ഷേ അതിനു മുൻപ് എനിക്ക് അയാളുമായി ഒന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞ് തീരുമാനിക്കാം. എന്തു പറയുന്നു മുത്തച്ഛൻ? നല്ല കാര്യം. അതുതന്നെയാ വേണ്ടത്. ചേട്ടനായി വന്നയാളുമായി ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നതും നല്ലതാ. അവരുടെ സംസാരം കഴിയട്ടെ. ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹേഷിനെ. അതിനധികം വൈകിയില്ല. ജയലക്ഷ്മിക്ക് സംസാരിക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാരനും ഒരു പരിചയപ്പെടലേ വേണ്ടിയിരുന്നുള്ളൂ. ജയലക്ഷ്മി വേഗം തിരികെ വന്നു. ഗോവിന്ദമേനോൻ മീനാക്ഷിയുമായി മഹേഷിൻ്റെ മുന്നിലെത്തി. ഇവൾക്കൊന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമത്രേ. ജയലക്ഷ്മിയുടെ ഏക സഹോദരിയാണ് മീനാക്ഷി. ആഹ്ലാദത്തോടെയാണ് മഹേഷ് ഹലോ പറഞ്ഞത്.
മീനാക്ഷിയെക്കുറിച്ച് അയാളും കേട്ടിട്ടുണ്ടായിരുന്നു. ആളിനെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയുമായിരുന്നു. അപരിചിതനായ ഒരാളുടെ മുന്നിൽ നിൽക്കുന്ന ചമ്മലോ പരിഭ്രമമോ ഒന്നും മീനാക്ഷിക്കുണ്ടായിരുന്നില്ല. മഹേഷിനെതിരെ കിടന്ന സെറ്റിയിൽ അവൾ ഇരുന്നു. മുത്തച്ഛ, പ്ലീസ്, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ തീർത്തേക്കാം. ജയലക്ഷ്മി വാതിൽ പിന്നിൽ വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. കൃഷ്ണനുണ്ണി മേനോനും മറ്റു കുടുംബാംഗങ്ങൾക്കും അസ്വസ്ഥത. എന്താ മീനാക്ഷിയുടെ ഭാവമെന്ന് അറിഞ്ഞുകൂടല്ലോ. അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. മഹേഷ് കൗതുകത്തോടെ അവളെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് ഗൗരവം വന്നു. മഹേഷ് എന്നല്ലേ പേര് പറഞ്ഞത്? താങ്കൾ എൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിനു മുൻപ് ചില ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ടത് താങ്കൾ തന്നെയാണു താനും. അറിഞ്ഞിടത്തോളം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ, അതിന് തയ്യാറുണ്ടോ? മഹേഷ് വിരണ്ടുപോയി. ശരിക്കും ഒരു ചോദ്യം ചെയ്യലിൻ്റെ രീതിയിലാണവൾ. അവളുടെ കണ്ണുകൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് വരെ കടന്നു ചെല്ലുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇങ്ങനെ കണ്ണു പറിക്കാതെ സാധാരണ പെൺകുട്ടികൾ ആരെയും നോക്കാറില്ല. എങ്കിലും ഒരു കുട്ടിയുടെ ചോദ്യം ചെയ്യലായി അവഗണിക്കാൻ തന്നെയായിരുന്നു മഹേഷിൻ്റെ തീരുമാനം. താങ്കളുടെ സൈക്ലോൺ അഡ്വർടൈസിംഗ് കമ്പനിയിൽ റീത്ത ജോൺസൺ എന്നു പേരുള്ള ഒരു മീഡിയ എക്സിക്യൂട്ടീവ് ഉണ്ടോ? റീത്ത ജോൺസണുമായി താങ്കൾക്കുള്ള ബന്ധം എന്തുവാ? മീനാക്ഷിയുടെ ചോദ്യം കേട്ട് തീപ്പൊള്ളലേറ്റതുപോലെ നടുങ്ങിപ്പോയി മഹേഷ്. അയാളുടെ മുഖം വിളറി. അറിയാതെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റുപോയി. അന്നോളം ആർക്കും അറിയാത്ത ആ ഒരു കാര്യം ഇവൾ എങ്ങനെ അറിഞ്ഞുവെന്ന ഉൾക്കിടലമായിരുന്നു മഹേഷിന്. മീനാക്ഷി സൗമ്യമായി പുഞ്ചിരിച്ചു. മീനാക്ഷിയുടെ തിളക്കമുള്ള കുസൃതിച്ചിരിക്കു മുന്നിൽ മഹേഷ് പതറി. എങ്കിലും മനസ്സിൻ്റെ നടുക്കം മുഖത്ത് പ്രകടമാകാതിരിക്കാൻ അയാൾ വിദഗ്ധമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാൾക്കും അറിയില്ലാത്തൊരു രഹസ്യമാണ് ഇവൾ തുറന്നു ചോദിച്ചിരിക്കുന്നത്. അടുത്ത് വേറെ ആരും ഇല്ലാതിരുന്നത് ഭാഗ്യം. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. റീത്ത ജോൺസണുമായി എന്താണ് ബന്ധം? സൈക്ലോൺ അഡ്വർടൈസിംഗ് കമ്പനിയിലെ മീഡിയ എക്സിക്യൂട്ടീവായ റീത്ത ജോൺസനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവിടെ ക്ലറിക്കൽ സെക്ഷനിൽ മറ്റൊരു റീത്ത കൂടി ഉണ്ടെന്നും അറിയാം, ഒരു റീത്ത കുര്യൻ. അപ്പോഴും മഹേഷിൻ്റെ ഉള്ളം കിടുങ്ങി. ഇവൾക്കെങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ ഇത്ര വ്യക്തമായി അറിയാം? ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇവൾ കമ്പനിയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ള ഒരാൾക്ക് പോലും അവൾ ചോദിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കത്തക്ക വിധം കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. പരസ്യമായിട്ട് അതിനു മാത്രം ഒന്നുമില്ലല്ലോ. വല്ല വിധേനയും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. റീത്ത ജോൺസന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കുള്ളത് സഹപ്രവർത്തകയോടുള്ള സുഹൃത്ത് ബന്ധം മാത്രം. അവൾ ഇനി അത് വെളിപ്പെടുത്തുകയും മഹേഷിനെ ലഭിച്ചില്ലെങ്കിൽ ചത്തുകളയുമെന്നൊക്കെ പറയുകയാണെങ്കിൽ താങ്കളുടെ മനസ്സ് മാറുമോ? ഇവിടെ ആലോചിച്ചതേയുള്ളൂ. അതുമാറിയാലും കുഴപ്പമില്ലെന്നെങ്ങാനും. അപ്പോഴും മീനാക്ഷിയുടെ കണ്ണുകളിൽ ആ കുസൃതിച്ചിരി തന്നെ. അങ്ങനെ അങ്ങ് മാറാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ഒരു മനസ്സും വെച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്താണർത്ഥം? ഒരാൾക്കൊരു മനസ്സേ പാടുള്ളൂ. അതിൻ്റെ അവകാശി ഒരേ ഒരാളെ ആകാവുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടം വരെ ഇങ്ങനെ ഒരു ആലോചനയുമായി വന്നെത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. മഹേഷ് ആത്മാർത്ഥമായി തന്നെയാണ് പറഞ്ഞത്. മീനാക്ഷി പിന്നെയും കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ച് മഹേഷിനെ വിഷമിപ്പിച്ചുവെങ്കിലും കേവലം കൗതുകത്തിനപ്പുറം അയാൾക്കൊന്നും തോന്നിയില്ല. ഇന്നോളം ആർക്കും അറിയാത്ത തന്നെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പോലും അവൾ ചോദിച്ചപ്പോൾ അയാൾക്ക് വിസ്മയമായി. ലോകത്തൊരു ജ്യോത്സ്യന് പോലും പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ മീനാക്ഷി പ്രവചിക്കുന്നത്. തീർന്നില്ലേ നിന്റെ ഇന്റർവ്യൂ? ഫലം ആശാവഹമാണോ? ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദമേനോൻ മുറിയിലേക്ക് കയറി വന്നു. തീർന്നിരിക്കുന്നു. പച്ചക്കൊടി കാട്ടുകയും ചെയ്തിരിക്കുന്നു. മറച്ചു വയ്ക്കാതെ തന്നെ മീനാക്ഷി വെട്ടി തുറന്നു പറഞ്ഞു. ഹോ, ആശ്വാസം.
ഗോവിന്ദമേനോൻ കൈകൾ കൂപ്പിപ്പോയി. വിഷമിപ്പിച്ചുവോ അവൾ മഹേഷിനെ? മേനോൻ അവൻ്റെ നേരെ തിരിഞ്ഞു. ഹേ ഇല്ല. മാത്രമല്ല, എന്നോട് ചോദിച്ചതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നെ അറിയാവുന്ന ഒരാളിവിടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ. അവളുടെ ആ ആഗ്രഹത്തിന് എതിരു പറയാതിരുന്നതിലും ചില കാര്യങ്ങളുണ്ട്. മഹേഷ് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ജയലക്ഷ്മിയുടെ ആദ്യ വിവാഹം മാറിപ്പോയ സാഹചര്യങ്ങളെക്കുറിച്ച് മേനോൻ തുറന്നു പറഞ്ഞു. കതിർമണ്ഡപം വരെ എത്തിയ ആ വിവാഹം മാറ്റിവെക്കേണ്ടി വന്ന സംഭവം കുറെയൊക്കെ മഹേഷും അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ ജയലക്ഷ്മി തനിക്കുള്ള പെണ്ണായിരിക്കും. അതുകൊണ്ടാവാം അന്നത് മാറിപ്പോയത്. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അയാൾക്കിഷ്ടം. ജയലക്ഷ്മിയെ അയാൾക്ക് അത്രയേറെ ഇഷ്ടമായിരിക്കുന്നു. എത്രയും വേഗം ഇനി ആ ചടങ്ങൊന്ന് നടന്നു കിട്ടണമെന്ന് മാത്രം. മീനാക്ഷി നേരെ ചേച്ചിയുടെ സമീപത്തേക്കാണ് ചെന്നത്. മീനാക്ഷി എന്തു കുഴപ്പങ്ങളാണാവോ ഉണ്ടാക്കിയിരിക്കുക എന്ന് പരിഭ്രമിച്ചിരിക്കുകയായിരുന്ന ജയലക്ഷ്മിയുടെ മുന്നിൽ നിറഞ്ഞ ചിരിയോടെ അവൾ നിന്നു. ഇത്തവണ രക്ഷപ്പെട്ടു. ഈ തെക്കേക്കളം തറവാടിന് യോജിച്ച ആൾ തന്നെ. ഞാൻ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. നിന്റെ ഒരു പച്ചക്കൊടി. ജയലക്ഷ്മി ആഹ്ലാദാതിരേകത്തോടെ മീനാക്ഷിക്ക് നേരെ കൈയോങ്ങി. അതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കല്യാണത്തെക്കുറിച്ചൊക്കെ വിശദമായി തീരുമാനിച്ചിട്ടാണ് അതിഥികൾ പിരിഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തെക്കേക്കളം തറവാട്ടിൽ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പന്തലിടുന്ന ജോലികൾ തുടങ്ങി. തൽക്കാലം എല്ലാവരുടെയും ശ്രദ്ധ ജയലക്ഷ്മിയുടെ വിവാഹത്തിൽ മാത്രമായി. ആ ദിവസം അടുത്തുകൊണ്ടിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്ന ഒരു വൈകുന്നേരം ഒരു പോലീസ് ജീപ്പ് ഇരമ്പിപ്പാഞ്ഞു വന്ന് തെക്കേക്കളം തറവാടിൻ്റെ പൂമുഖത്തു നിന്നു. സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജനും ഏതാനും കോൺസ്റ്റബിൾമാരുമായിരുന്നു ജീപ്പിൽ. ഗോവിന്ദമേനോൻ പൂമുഖത്തുണ്ടായിരുന്നു. ആഹ്ലാദത്തോടെ അദ്ദേഹം രാമരാജനെ സ്വീകരിച്ചു. അസമയത്തുള്ള സർക്കിൾ ഇൻസ്പെക്ടറുടെ ആ വരവിൽ ഗോവിന്ദമേനോൻ അപകടമണത്തു. എത്രയോ കാലം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് തൻ്റെ വിഭാഗത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ നീക്കങ്ങൾ, അവയിലെ പന്തികേട് ഒക്കെ നേർത്ത ചലനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുമായിരുന്നു. ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ് സർ. രാമരാജൻ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും അതത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഗോവിന്ദമേനോന് കഴിഞ്ഞില്ല. സന്തോഷം. വരൂ, കയറിയിരിക്കൂ. ഗോവിന്ദമേനോൻ സർക്കിളിനെ പൂമുഖത്തേക്ക് ക്ഷണിച്ചു. കോൺസ്റ്റബിൾമാർ ജീപ്പിൽ നിന്നിറങ്ങിയെങ്കിലും വെളിയിൽ തന്നെ നിന്നതേയുള്ളൂ. മേനോൻ ക്ഷണിച്ചിട്ടും അവർ കയറി വന്നില്ല. കല്യാണമൊക്കെ എവിടെ വരെയായി സർ? രാമരാജൻ ലോഹ്യം ചോദിച്ചു. ഒക്കെ നന്നായി നടക്കുന്നു മിസ്റ്റർ രാമരാജൻ. ഇനി 3 ദിവസങ്ങളല്ലേയുള്ളൂ. രാമരാജൻ്റെ ക്ഷണക്കത്ത് കൊടുത്തയച്ചിരുന്നു. എന്നേ കിട്ടി സർ. നന്ദി. ഒരുക്കങ്ങളൊക്കെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ സർ. ഇത്രയും വലിയ പന്തലും അടുക്കളക്കൊട്ടിലുമൊക്കെ വളരെ റയറായേ കണ്ടിട്ടുള്ളൂ. ഇന്നാട്ടിലെ സാറിൻ്റെ വിലയും നിലയും വെച്ച് നോക്കുമ്പോൾ വലുതാണെന്ന് പറയുകയും വയ്യ. രാമരാജൻ എണീറ്റു കഴിഞ്ഞു. അതിനെന്താ, രാമരാജൻ എല്ലാം കണ്ടോളൂ. വേണമെങ്കിൽ വീട് മുഴുവനും ഒന്ന് കറങ്ങിക്കോളൂ. മെറ്റൽ ഡിറ്റക്ടറും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഗോവിന്ദമേനോൻ മൃദുവായി ചിരിച്ചു. രാമരാജൻ പകച്ചു. അദ്ദേഹത്തെ മിഴിച്ചു നോക്കുകയും ചെയ്തു. തങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞുവെന്ന അമ്പരപ്പിലായിരുന്നു രാമരാജൻ. അറിയാതെ കണ്ണുകൾ കോൺസ്റ്റബിൾമാരുടെ നേർക്ക് നീളുകയും ചെയ്തു. ഗോവിന്ദമേനോൻ പറഞ്ഞത് അവരും കേട്ടിരുന്നു. അവർക്കും അമ്പരപ്പ് തന്നെ. യഥാർത്ഥത്തിൽ അവർ വന്നത് തെക്കേക്കളം തറവാട്ടിൽ ഒരു വിശദ പരിശോധന നടത്താൻ തന്നെയായിരുന്നു. രഹസ്യമായൊരു ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചിരിക്കുന്നു. അതെന്താണെന്ന് ഗോവിന്ദമേനോനോട് പറയാൻ മടി. ഇനി അദ്ദേഹവും അതറിഞ്ഞുവോ എന്നായിരുന്നു പോലീസ് പാർട്ടിയുടെ അത്ഭുതം. രാമരാജൻ കോൺസ്റ്റബിൾമാർക്കു നേരെ കണ്ണു കാണിച്ചു. എല്ലാവരും പന്തൽ പണി നടക്കുന്നിടത്തേക്ക് നീങ്ങി. 5000 പേരെയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ 4 നില പന്തലാണ് തയ്യാറാവുന്നത്.
മുല്ലപ്പന്തൽ ഒരു ക്ഷേത്ര ശ്രീകോവിലോളം വലിപ്പവും ഭംഗിയുമുള്ളത്. അടുക്കളപ്പുരയ്ക്ക് പോലും ഉണ്ടായിരുന്നു പ്രത്യേക പ്രൗഢി. ഓരോ ഭാഗവും ചുറ്റി നടക്കുമ്പോൾ രാമരാജന് അമ്പരപ്പും മേനോൻ സാറിനോട് ആദരവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ഒരാൾക്ക് ഇത്രയും കഴിയുന്നുണ്ടല്ലോ എന്ന അഭിമാനവും തോന്നി. ഒന്നും അദ്ദേഹം ജോലിയിലിരുന്ന് സമ്പാദിച്ചതല്ല, എല്ലാം തറവാടിന്റെ പുണ്യം. ഔദ്യോഗിക കാലത്ത് ഒരുത്തരുടെയും കയ്യിൽ നിന്ന് 5 പൈസ പോലും വാങ്ങിക്കാത്ത ഏകയാളായിരിക്കും ഒരുപക്ഷെ മേനോൻ സർ. അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതും ഇതേ തറവാടിന്റെ പിൻബലം ഒന്നുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. രാമരാജനോടൊപ്പം ഗോവിന്ദമേനോനും ചെന്നു. അയാൾ എത്ര തന്നെ ആയാലും തന്റെ കീഴ്ജീവനക്കാരന്റെ ഗ്രേഡിലുള്ളവനാണല്ലോ എന്ന് പരിശോധിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണെന്നോ ഒന്നും മേനോൻ ചിന്തിച്ചതേയില്ല. തന്റെ വീട്ടിൽ വരുന്നതാരായാലും തന്റെ അതിഥിയാണ് അവരെന്ന് കരുതാൻ മാത്രം വലിപ്പമുള്ള മനസ്സായിരുന്നു ഗോവിന്ദമേനോന്റേത്. ഒപ്പം നടക്കുമ്പോൾ മേനോൻ ചോദിച്ചു, എന്താണ് പ്രശ്നം രാമരാജൻ? എന്തു തന്നെയായാലും പറയാൻ മടിക്കണ്ട. മെറ്റൽ ഡിറ്റക്ടർ ഒന്നുമില്ലാതിരുന്നൊരു കാലത്താണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇത്തരം ഘട്ടങ്ങളെ ഞങ്ങളും അന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതു പറഞ്ഞിട്ട് സാറിനൊരു വിഷമം തോന്നരുതല്ലോ എന്ന് കരുതി പറയാതിരുന്നേയുള്ളൂ സർ. ഇത്രയും ആഹ്ലാദകരമായ ദിവസങ്ങളിൽ ആ മനസ്സിൽ ഒരു കരട് വീഴരുതെന്നും കരുതി. പറഞ്ഞില്ലെങ്കിലും അങ്ങത് അറിയുകയും ചെയ്യും. രാമരാജൻ പോലീസുകാരെ ഒരു ഭാഗത്തേക്ക് പറഞ്ഞയച്ചിട്ട് മേനോനെ പന്തലിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. അങ്ങ് ഉത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട, ഒന്നും സംഭവിക്കുകയും മറ്റുമില്ല. എന്നാലും അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു കരുതലെടുത്തുവെന്നേയുള്ളൂ. അത് ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ. രാമരാജൻ എന്നിട്ടും വിവരം പറയാൻ പരുങ്ങുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു പ്രശ്നം അറിഞ്ഞാൽ സമചിത്തത വിടുന്നയാളല്ല ഞാൻ. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നൽകിയ പരിശീലനമാകാം. ക്ഷമയോടെ ഏതു കാര്യവും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിചാരം. പിന്നെയൊന്നും നമ്മുടെ കണക്കുകൂട്ടൽ പോലെയല്ലല്ലോ സംഭവിക്കുക, ഗോവിന്ദമേനോൻ പറഞ്ഞു. അന്നത്തെ ആ സംഭവവും ഭീഷണിയും ഒന്നും സാർ മറന്നു കാണില്ലല്ലോ. ആ കൊലക്കേസ് പ്രതികളെ പറ്റിയാണ് പറയുന്നത്. അവർ പറഞ്ഞത് വെറുതെയാണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളത് ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവർ രഹസ്യമായൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുൻപ് മീനാക്ഷിയെ തകർത്തു കളയുമെന്ന്, വിവാഹപന്തലിൽ ചോരപ്പുഴയൊഴുക്കുമെന്ന്, ഈ വീട് ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു അർഷാദും മുരുകനുമെങ്കിലും ഇടയ്ക്കൊരു പഴുതു കിട്ടിയപ്പോൾ രണ്ടും മുങ്ങിയിരിക്കുകയാണ്. ഈയിടെ ഒപ്പുവയ്ക്കാൻ സ്റ്റേഷനിൽ വരാറുമില്ല. അവർ ദൂരെ എങ്ങും പോകാനിടയില്ല. ഇവിടെ തന്നെ എവിടെയോ മുങ്ങിയിട്ടുണ്ട്. നീക്കങ്ങൾ എപ്പോൾ ഏതു രീതിയിലാണെന്നറിയില്ലല്ലോ. ഇവിടത്തെ പന്തൽ പണിക്കാരെയോ മറ്റാരെയെങ്കിലുമോ സ്വാധീനിച്ച് ഇവിടെ വല്ല ബോംബും സ്ഥാപിച്ചിട്ടുണ്ടോ എന്നൊന്നറിയാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെയൊരു സാധ്യത ഒഴിവാക്കിക്കൂടല്ലോ. മേനോന്റെ ചുണ്ടിലെ ചിരി ഒരുമാത്രം മങ്ങി. എങ്കിലും പ്രസാദാത്മകത നഷ്ടപ്പെടാതെ തന്നെ അദ്ദേഹം ചോദിച്ചു, ബോംബ് വച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇൻഫർമേഷനുള്ളൂ? ക്ഷമിക്കണം സർ, ഏതു വിധേനയും ഇവിടുത്തെ ഒരൊറ്റ അംഗത്തെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് വെല്ലുവിളി. അത് ഈ രീതിയിലാവുമെന്ന് ഞങ്ങൾ കരുതിയെന്നേ ഉള്ളൂ. കല്യാണ ദിവസം പുലരാൻ സമ്മതിക്കില്ല എന്നാണ് അറിയിപ്പ്. മറ്റാരും അറിയാതെ അങ്ങയുടെ കണ്ണ് എല്ലാ ഭാഗത്തേക്കും ഉണ്ടാകണം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമരാജന് പകുതി ആശ്വാസം തോന്നി. പതറുകയില്ലെന്ന് പറഞ്ഞുവെങ്കിലും കേട്ട വാർത്തയുടെ ആഘാതം ഗോവിന്ദമേനോന്റെ നെഞ്ചിൽ പടഹമിടിച്ചു തുടങ്ങിയിരുന്നു. അത് രാമരാജൻ അറിഞ്ഞില്ല.